നമസ്കാരം. ഇന്നത്തെ മനോരമയുടെ 8ാമത്തെ പേജിലെ ചെറിയൊരു വാർത്തയാണ്. മോദിക്ക് 2 രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി. എത്ര ഉത്തരവാദിത്വമില്ലാത്തതാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ. ആരാണ് ഈ മോദി എന്നൊക്കെ പറഞ്ഞാൽ, ഇത് ഫ്രണ്ട് പേജിൽ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി നൽകിയിരിക്കുന്നു. മാത്രമല്ല, ലോകത്തിൽ 20-ൽ പരം രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി ലഭിക്കുന്ന ലോകത്തിലെ ഏക പ്രധാനമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇത്തരം വാർത്തകളാണ് നമ്മുടെ മനോരമ മാതൃഭൂമിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരിക്കലും അത് വരില്ല. കാരണം നരേന്ദ്രമോദി BJPയുടെ നേതാവായിട്ടാണ് ഈ മനോരമക്കാരനും മാതൃഭൂമിക്കാരനും ഒക്കെ ഇപ്പോഴും കാണുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പണ്ട് അശ്വമേധം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ചക്രവർത്തിയാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു കുതിരയെ അതിൻ്റെ നെറ്റിത്തടത്തിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ട്, ഇന്നയാളുടെ കുതിരയാണ്, ഈ കുതിര കടന്നു പോകുന്ന വഴിയിൽ കുതിരയെ നിങ്ങൾ പിടിച്ചു കെട്ടിയാൽ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കണം, കുതിരയെ കടന്നു പോകുവാൻ അനുവദിച്ചാൽ നിങ്ങൾ ചക്രവർത്തി പദത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു ചെറിയ നികുതി എല്ലാ വർഷവും എനിക്ക് നൽകണം. ഇതാണ്. അങ്ങനെ ആ കുതിര കടന്നു പോകുന്ന വഴിയിൽ ആ രാജാവിൻ്റെ ശക്തിക്കനുസരിച്ച് അദ്ദേഹത്തെ അംഗീകരിക്കലും എതിർക്കലും ഉണ്ടാകും. ഇത് പഴയ കാലഘട്ടം. ഇന്ന് കുതിരയെ അഴിച്ചുവിടാൻ കഴിയില്ല. പകരം നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവ് ലോകമെമ്പാടും സഞ്ചരിച്ചു. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ലോകമെമ്പാടുമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് ഈ പറയുന്ന മനോരമക്കാരനും മാതൃഭൂമിക്കാരനും ഒക്കെ പരിഹസിച്ച് പറയുമായിരുന്നു, മോദി ഇന്ത്യയിൽ. അദ്ദേഹം ധാരാളം യാത്ര, വിദേശങ്ങളിൽ, പാകിസ്ഥാനിൽ പോലും അത്ഭുതകരമായ യാത്ര നടത്തിയ അദ്ദേഹം അങ്ങനെ ലോകരാജ്യങ്ങളൊക്കെ ആയിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചു. ഈ കഴിഞ്ഞ G20 ഉച്ചകോടിയുടെ ശ്രദ്ധാകേന്ദ്രം, നേതൃത്വം നരേന്ദ്രമോദിയായിരുന്നു. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും മറ്റ് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും നരേന്ദ്രമോദിയെ കൊണ്ടുപോയി നടുവിൽ നിർത്തുന്നു. മോദിയാണ് ഞങ്ങളുടെ ഹീറോ, മോദിയാണ് ലോകത്തെ നയിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ G20 ഉച്ചകോടിയുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെ വിട്ടുപോയി വീണ്ടും ഫോട്ടോ എടുത്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം വിലയുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകം കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ 8 ഇസ്ലാമിക രാജ്യങ്ങളടക്കം പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു. സാധാരണ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ, കോൺഗ്രസ്സുകാരും ഒക്കെ മൊത്തം പറയുന്നൊരു വാദമുണ്ട്, മോദി മുസ്ലിം വിരുദ്ധനാണ് എന്ന്. ഒരു കാലഘട്ടത്തിൽ ആ പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെ നരേന്ദ്രമോദിക്ക് 2002 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് വിസ നിഷേധിച്ചിരുന്നു. അത് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗുജറാത്തിൽ 59 ഹിന്ദുക്കളെ ട്രെയിനിലിട്ട് ചുട്ടുകൊന്നു. ഹിന്ദുക്കൾ ശക്തമായി തിരിച്ചടിച്ചു. മുസ്ലിങ്ങൾ അവർക്കാവുന്നത് പോലെയും തിരിച്ചടിച്ചു. വർഗീയ കലാപങ്ങൾ നമ്മുടെ നാട്ടിൽ ആദ്യത്തേതല്ല. ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നാൽ ആ 2002 കലാപത്തിനു ശേഷം ഇങ്ങോട്ട് ഗുജറാത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിന് മേലെയായിട്ട് 22 വർഷമായിട്ട് ശാന്തമാണ്. ഹിന്ദുവും മുസ്ലിമും വളരെ വളരെ സൗഹൃദത്തോടുകൂടി ജീവിക്കുന്നു. BJP അവിടുന്ന് ഇങ്ങോട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല. കഴിഞ്ഞ 25 വർഷക്കാലത്തിലധികമായിട്ട് BJP തന്നെയാണ് ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് നമുക്കറിയാം. അപ്പോൾ ആ മോദിയെ 2014 ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമുണ്ട് എന്ന് വന്നപ്പോഴാണ് മോദിയെ പരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ നേരിട്ടത്. 282 സീറ്റ് BJPക്ക് തനിച്ചും 336 NDAക്കും കിട്ടി. ഈ രാജ്യത്തെ രക്ഷിക്കൂ എന്ന് ജനങ്ങൾ കരഞ്ഞു പറഞ്ഞു. 5 വർഷം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റി. ഈ രാജ്യം അപമാനത്തിൻ്റെ പടുകുഴിയിലായിരുന്നു, അഴിമതിയുടെ പടുകുഴിയിലായിരുന്നു 10 വർഷക്കാലത്തെ UPA ഭരണ സമയത്ത്. അവിടെ നിന്നെല്ലാം കരകയറി ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. അപ്പോൾ ലോകത്തിലെ ഓരോ രാജ്യങ്ങളും പറയാൻ തുടങ്ങി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം. സൗദി അറേബ്യ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തപ്പോൾ ബഹ്റിനും UAEയും എല്ലാം അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തു. അപ്പോഴാണ് ഇസ്രായേൽ പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വരാറില്ല, ഭാരതത്തിലെ മുസ്ലിങ്ങളെ ഭയന്നിട്ട്
കോൺഗ്രസിൻ്റെ ഒരു പ്രധാനമന്ത്രിയും ഞങ്ങളുടെ നാട്ടിലേക്ക് വരാറില്ല. മോദിജി വരുമോ? മോദിജി ചെന്നു. അവിടുത്തെ പരമോന്നത ബഹുമതി മാത്രമല്ല, 2 ദിവസം ഇസ്രായേലിന് ലീവായിരുന്നു. അപ്പോൾ പാലസ്തീൻ പറഞ്ഞു, മോദിജി ഒന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരില്ലേ? മോദിജി അവിടത്തേക്ക് ചെന്നു. അവരും അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തു. അതായത് തമ്മിലടിക്കുന്ന 2 രാജ്യങ്ങൾ ഇസ്രായേലും പാലസ്തീനും ഒരുപോലെ നരേന്ദ്രമോദിയെ ആദരിക്കുന്നു. അങ്ങനെ ലോകത്തിലെ ചെറുതും വലുതുമായ രാജ്യങ്ങളെല്ലാം അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുന്ന പ്രധാനമന്ത്രി മൂന്നാമതും നമ്മുടെ പ്രധാനമന്ത്രിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം കേവല ഭൂരിപക്ഷമില്ല, 240 സീറ്റുകളേ ഉള്ളൂ. എന്തുകൊണ്ടായിരുന്നു അതിൻ്റെ കാരണം? എലിയും പാമ്പും കീരിയും പൂച്ചയും നരേന്ദ്രമോദിക്കെതിരെയായി. എന്തിനായിരുന്നു? അഴിമതി നടക്കുന്നില്ല, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടക്കുന്നില്ല, 370 വകുപ്പ് എടുത്തു കളഞ്ഞിരിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുന്നു, ഈ രാജ്യം ലോകത്തിൽ 5ാമത് സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. ദേശദ്രോഹികൾക്ക് ഇത് സഹിക്കുമോ? 70% അക്രമങ്ങൾ കുറഞ്ഞിരിക്കുന്നു ജമ്മു കാശ്മീരിൽ. നക്സൽ ഭീകരാക്രമണം ഭാരതത്തിൽ 80%-ലധികം കുറഞ്ഞിരിക്കുന്നു. ഭാരതത്തിൻ്റെ പട്ടിണി ഏറെക്കുറെ മാറിയിരിക്കുന്നു. ഭാരതത്തിലെ ജനങ്ങൾ സ്വസ്ഥവും സ്വൈരവുമായി ജീവിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. 300-ൽ പരം പദ്ധതികളിലൂടെ സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് പണമെത്തിക്കൊണ്ടിരിക്കുന്നു. കിസാൻ സമ്മാൻ നിധി അടക്കം സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ വർഷവും മാസവും പണമെത്തുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പദ്ധതികളിലൂടെ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ മാറ്റിമറിച്ചപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറഞ്ഞു, മോദിജി 2014 നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയത് 282 ആയിരുന്നുവെങ്കിൽ ഇതാ 303 സീറ്റ് നൽകുന്നു, 352 NDAക്ക് നൽകി. അങ്ങനെ 10 വർഷക്കാലം കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി മോദി സർക്കാർ രാജ്യം ഭരിച്ചു. 2024 303 സീറ്റുകൾ NDAക്കുണ്ട്, 240 ഇപ്പോഴും BJPക്കുണ്ട്. പക്ഷേ ലോകം കാണുന്നു, ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തും വലിപ്പത്തിൽ 7ാം സ്ഥാനത്തുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വീണ്ടും 3ാമത് പ്രാവശ്യം. നെഹ്റുവിൻ്റെ ചരിത്രവും ഒന്നും അവർക്കറിയില്ല, ഇന്ത്യയുടെ ചരിത്രമൊന്നും അവർക്കറിയില്ല. ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് വീണ്ടും വീണ്ടും നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഈ വ്യക്തി അനന്യ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്, അമാനുഷികനാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ സ്നേഹവും പ്രീതിയും പിടിച്ചു പറ്റണം. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമെല്ലാം 2025 ഞങ്ങൾ ഭാരതം ഒന്ന് സന്ദർശിക്കുന്നു എന്ന് പറയുന്നു, അവർ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതം വരുന്നു. ലോകത്തിനെന്നും സ്നേഹം മാത്രം നൽകിയ ഭാരതം, സകല മതങ്ങളെയും ഇസങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ഭാരതം, ഭൂരിപക്ഷം ജനങ്ങൾക്ക് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ന്യൂനപക്ഷം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഭാരതം, പള്ളിക്ക് പുറത്ത് പട്ടാളവും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാം നിർഭയം നിസ്കരിക്കുന്ന ഭാരതം, പാകിസ്ഥാനിൽ നിസ്കരിക്കണമെങ്കിൽ AK-47 പട്ടാളം കാവൽ വേണം, ഹിന്ദുവിൻ്റെ കൂടെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് വെട്ടിമുറിച്ചു കൊണ്ടുപോയ പാകിസ്ഥാനിൽ ഒരു രാത്രി സ്വൈരമായി ജീവിക്കുവാൻ പോലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ 20 കോടി മുസ്ലിം സഹോദരങ്ങൾ സ്വസ്ഥവും ശാന്തവുമായി ജീവിക്കുന്ന ലോകത്തിൽ അതിസുന്ദരമായ രാജ്യം, 6 കോടിയിൽ പരം ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തെ പുലർത്തിക്കൊണ്ട് അതിമനോഹരമായി ജീവിക്കുന്ന രാജ്യം, ജൂതനും പാഴ്സിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം സമത്വ സുന്ദരമായി ജീവിക്കുന്ന ഈ നാട്, ആ നാടിൻ്റെ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ സവിശേഷത ഈ മണ്ണിൻ്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും ഒരു ഹിന്ദുവായതിലും അഭിമാനിക്കുന്ന വ്യക്തിയാണ് എന്നതാണെന്നറിയുക. ആ പ്രധാനമന്ത്രിയെ ലോകത്തിലെ ഓരോ രാജ്യങ്ങളും അവരുടെ പരമോന്നത ബഹുമതി നൽകി വീണ്ടും വീണ്ടും ആദരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി നമുക്ക് പറയുവാൻ കഴിയണം, നാം ഒരു ഭാരതീയനാണ് എന്ന്. നന്ദി, നമസ്കാരം.